ഇപ്പോൾ അത് താഴത്തേക്ക് പോവാണ്. താഴത്തേക്ക് പോയിട്ട് ഇപ്പോൾ വയറൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ അരക്കെട്ടിലേക്ക് കയറി അരക്കെട്ടിൻ്റെ അവിടുത്തെ രക്തക്കുഴലിലെത്തി. ഇന്ന് ഞാൻ കോട്ടും ഗൗണൊക്കെ ഇട്ടിട്ട് ഒരു കാത്ത് ലാബിൻ്റെ ഉള്ളിലാണുള്ളത്. എനിക്കിന്ന് പറയാനുള്ളത് സ്ത്രീകളെ കുറിച്ചാണ്. ഒരു കുടുംബത്തിലെ സ്ത്രീ എന്ന് പറയുന്നത് അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, ഇനി വേണ്ട അവർ ടീച്ചറാണ്, നേഴ്സാണെന്ന് എല്ലാവരും വളരെയധികം വായതോരാതെ സംസാരിക്കും. പക്ഷെ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് സ്ത്രീകൾ കോമണായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫൈബ്രോയിഡ്. ഈ ഫൈബ്രോയിഡ് കൊണ്ട് അവർ എടങ്ങേറാവുന്നത്, അവർ ഈ ജോലി തിരക്കിലും കുടുംബത്തിൻ്റെ ഭാരവും എല്ലാം ചുമക്കുമ്പോഴും ഈ വേദന കൊണ്ട് നടക്കണ്ടേ. ഇതിൻ്റെ ചികിത്സാ രീതി വളരെ എളുപ്പത്തിൽ നമുക്ക് ഡോക്ടർ തഹസീൻ പറഞ്ഞുതരും. സാറേ, എന്താണ് ഈ ഫൈബ്രോയിഡ്? അതായത് നമ്മൾ സ്ത്രീകൾക്ക് യൂട്രസിൽ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ക്യാൻസർ അല്ലാത്ത ട്യൂമേഴ്സാണ് ഫൈബ്രോയിഡ്. ഒരു ഉണ്ടായിട്ട് ഗർഭാശയത്തിൽ ഉണ്ടാവും. ഓക്കെ, വളരെ കോമൺ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു 15 വയസ്സിൻ്റെയും 50 വയസ്സിൻ്റെ ഇടയിൽ, അതായത് മെൻസസ് ഉള്ള കാലഘട്ടത്തിലുള്ള സ്ത്രീകളെ വെച്ച് നോക്കിയാൽ ഏകദേശം പകുതി ആൾക്കാർക്കും 50% ആൾക്കാർക്കും ഈ ഫൈബ്രോയിഡ് ഉണ്ട്. അത്രയ്ക്ക് കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഫൈബ്രോയിഡ്. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഈ ബുദ്ധിമുട്ടില്ല. അതിന്റെ ഒരു പകുതി ആൾക്കാർക്ക് ഈ ഫൈബ്രോയിഡ് കൊണ്ട് സ്ത്രീകളിലെ ഒരു 50% ആൾക്കാർക്ക് അതിനെ കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ബാക്കി 50% കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഫൈബ്രോയിഡ് കൊണ്ട് എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ, മെയിനായിട്ട് മെൻസസ് ടൈമിലാണ് ഈ പ്രശ്നം ഉണ്ടാക്കുക. ഒന്ന്, ബ്ലീഡിങ് ഭയങ്കര കൂടുതലായിരിക്കും. 2, നല്ല വയറുവേദന വരും. ഈ ബ്ലീഡിങ് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് ബ്ലീഡിങ് വരും. കുറേ ദിവസം ചിലപ്പോൾ ബ്ലീഡിങ് നിൽക്കും. അതേപോലെ തന്നെ ബ്ലഡ് കുറഞ്ഞിട്ട് രക്തം കയറ്റേണ്ടി വരും. ബ്ലഡ് കുറഞ്ഞിട്ട് കിതപ്പ് വരും. ബ്ലഡ് കുറഞ്ഞിട്ട് ക്ഷീണം വരും. തലയിറങ്ങി വീഴും. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാം. 2, വയറുവേദന ആണ് രണ്ടാമത്തെ സാധനം. അതായത് മെൻസസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വയറുവേദന തുടങ്ങും. മെൻസസ് തുടങ്ങി 2 ദിവസം വരെ പിന്നെയും ഉണ്ടാവും. ഇതാണ് കൂടുതലും ഉണ്ടാവുന്ന ഒരു പാറ്റേൺ. നല്ല വേദന ഉണ്ടാവും. ചില ആൾക്കാർക്ക് അഡ്മിറ്റ് ആക്കി ഇഞ്ചക്ഷൻ വെക്കുന്ന ലെവലിലേക്ക് വരും. വേറെ ഇപ്പോൾ ഈ ബ്ലീഡിങ്ങും വയറുവേദനയും അല്ലാണ്ട് വേറെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഫൈബ്രോയിഡ് വലുതായി വരുമ്പോൾ അത് ചിലപ്പോൾ മൂത്ര തടസ്സം ഉണ്ടാക്കും. വയറ് വീർത്ത പോലെ ഉണ്ടാവും. അതേപോലെ ഇടക്കിടക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. ചിലർക്ക് ഇടക്കിടക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരും. ചിലർക്ക് ടോയ്ലറ്റ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും. ഇതൊക്കെയാണ് അതിന്റെ വേറെ ലക്ഷണങ്ങൾ ഈ ഫൈബ്രോയിഡ് പോലെ തന്നെയുള്ള വേറൊരു അസുഖമാണ് അഡിനോമയോസിസ്. ഈ അഡിനോമയോസിസ് ആണെങ്കിൽ ഭയങ്കര ഗംഭീര വേദനയാണ് ഈ അഡിനോമയോസിസ് കൊണ്ട് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് ഫൈബ്രോയിഡ് ഉള്ള ഒരാളുടെ പ്രശ്നം. ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം സാധാരണ ഒരു പേഷ്യൻ്റ് ഇപ്പം നല്ല ബ്ലീഡിങ് കണ്ടു, അല്ലെങ്കിൽ വയറുവേദന കണ്ടു കഴിഞ്ഞാൽ, മെൻസസ് ടൈമിൽ കണ്ടു കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞിട്ട് മാറണില്ലെങ്കിൽ സാധാരണ ഡോക്ടേഴ്സിനെ കാണിക്കുന്നു. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഫൈബ്രോയിഡ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിന് മെഡിസിൻ കൊടുത്തു നോക്കും. ചിലപ്പോൾ ഹോർമോൺസ് കൊണ്ടാണ് ഈ ഫൈബ്രോയിഡ് കൂടുതലും വരുന്നത്. അപ്പോൾ ഹോർമോൺസിനെ ഒന്ന് സപ്രസ് ചെയ്യണം, മെഡിസിൻസ് ഒക്കെ ഒന്ന് കൊടുത്തു നോക്കും. അത് പലപ്പോഴും വിജയിക്കാൻ പാടാണ്. വിജയിച്ചില്ലെങ്കിൽ പിന്നീടുള്ള ചികിത്സാ രീതി എന്ന് പറഞ്ഞത് സർജറി. അപ്പോൾ ഈ 2 ഓപ്ഷനായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു. ഈ 2 ഓപ്ഷൻ അല്ലാത്ത ഒരു പുതിയ ചികിത്സാ രീതിയാണ് ഫൈബ്രോയിഡ് എംബലൈസേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഫൈബ്രോയിഡിന്റെ സർജറി എന്ന് പറഞ്ഞാൽ പണ്ട് ഓപ്പൺ സർജറി വലിയൊരു പ്രൊസീജിയറാണ്. പിന്നീട് കുറച്ചും കൂടി ഈസിയായി, അതായത് കീ ഹോൾ സർജറി. എന്നാലും അതും ഒരു വലിയ പ്രൊസീജിയറാണ്. ഇതൊന്നും ഇല്ലാതെ വെറും ഒരു 15 മിനിറ്റ് കൊണ്ട് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് കാലങ്ങളായിട്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയും പ്രശ്നവും മാറ്റി കൊടുക്കുക 15 മിനിറ്റ് കൊണ്ട്. അതെങ്ങനെയാണ് സംഭവം? അതായത് ഫൈബ്രോയിഡ് എംബലൈസേഷൻ എന്നാണ് നമ്മൾ ഈ പ്രൊസീജിയറിന് പറയുന്നത്. അപ്പോൾ ആ പ്രൊസീജിയർ ഇന്നിപ്പോൾ നമുക്കിവിടെ ചെയ്യാം. പേഷ്യന്റ് കുറച്ച് മുമ്പ് വരും. കാത്ത് ലാബാണ്, ഇവിടെ നിന്നാണ് ചെയ്യണത്. പേഷ്യന്റ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഡീറ്റെയിൽസ് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ടീം മെമ്പേഴ്സ് ആണ്. ഡോക്ടർ സുഹൈൽ, ഡോക്ടർ റോയ്, ഡോക്ടർ മുസ്തഫ, ഇനി ഡോക്ടർ ഷിജി എന്ന് പറഞ്ഞിട്ട് കാർഡിയോളജിസ്റ്റ് ഉണ്ട്. അതേപോലെ ഡോക്ടർ ഗഗൻ ഉണ്ട്. അതേപോലെ ഡോക്ടർ രാഹുൽ എന്ന് പറഞ്ഞിട്ട് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഉണ്ട്. അതേപോലെ ഡോക്ടർ മുസാഫിർ ഉണ്ട്, ജനറൽ സർജൻ. നമ്മൾ അങ്ങനെ ഒരു ടീമാണ്. 8 മെയിൻ ഡോക്ടേഴ്സ് ഉള്ള ഒരു ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എംബലൈസേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ഈ കൈയിൻ്റെ ഉള്ളിലൂടെ ചെറിയ ട്യൂബ് കടത്തിയിട്ട്, ഞരമ്പിൻ്റെ ഉള്ളിൽ ചെറിയ ട്യൂബ് കടത്തിയിട്ട് നമ്മൾ യൂട്രസിന്റെ രക്തക്കുഴലിൻ്റെ ഉള്ളിലെത്തും. എന്നിട്ട് ഫൈബ്രോയിഡിന്റെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഫൈബ്രോയിഡിന്റെ രക്തോട്ടം നിൽക്കും. രക്തം കിട്ടാതാകുമ്പോൾ ഫൈബ്രോയിഡ് ചുരുങ്ങി തുടങ്ങും. ഈ ഫൈബ്രോയിഡ് ചുരുങ്ങുന്നതോട് കൂടിയിട്ട് പേഷ്യൻ്റെ ബുദ്ധിമുട്ട് മാറും. ഇതാണ് പ്രൊസീജിയർ. അപ്പോൾ ഈ രക്തോട്ടം ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ വർക്ക്. അത് കറക്റ്റ് രക്തക്കുഴലിലെത്തി ഇഞ്ചക്ഷൻ കൊടുക്കുന്നതോടെ പ്രശ്നം തീർന്നു. അപ്പോൾ സാറേ, ഈ പറഞ്ഞ പ്രൊസീജിയറും സർജറി ആയിട്ടുള്ള വ്യത്യാസം എന്താണ്? ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സർജറി, നിങ്ങൾക്ക് അറിയാലോ, സർജറി ചെയ്യണമെങ്കിൽ നമ്മൾ അനസ്തീഷ്യ കൊടുക്കണം. പേഷ്യൻ്റ് ICUലായിരിക്കും. മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റിച്ച് ഇടണം, അങ്ങനെ ഒരുപാട്. അപ്പോൾ ഇതിൽ അതൊന്നുമില്ല. ഇതൊരു സർജറി അല്ല, ഇതൊരു പ്രൊസീജിയറാണ്. ഒന്നാമത്തെ എന്താ വെച്ചാൽ, പ്രൊസീജിയറിന് നമുക്ക് അനസ്തീഷ്യ വേണ്ട. നമ്മളിവിടെ തരിപ്പിക്കാൻ മാത്രം, ലോക്കൽ അനസ്തീഷ്യ വേണമെങ്കിൽ പറയാം. കുത്തുന്ന സ്ഥലത്തൊന്നും തരിപ്പിക്കും. പേഷ്യൻ്റ് കോൺഷ്യസ് ഓറിയൻറ്റഡ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. 2 പ്രൊസീജിയർ 15 മിനിറ്റ് കൊണ്ട് കഴിയും. 15 മിനിറ്റ് മതി. ആവറേജ് 15 മിനിറ്റ്.
ചിലത് 10 മിനിറ്റ് 7 മിനിറ്റിൽ കഴിയുന്നതുണ്ട്, ചിലത് 20 മിനിറ്റ് 25 മിനിറ്റിൽ കഴിയുന്നതുണ്ട്. ആവറേജ് പറയുമ്പോൾ 15 മിനിറ്റിൽ പ്രൊസീജിയർ കഴിയും. 2 പ്രൊസീജിയർ കഴിഞ്ഞാൽ ICU ഇല്ല, പേഷ്യൻ്റ് നേരെ റൂമിലേക്കാണ് പോകണം. അപ്പോൾ ഇന്ന് രാവിലെ പ്രൊസീജിയർ കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും വീട്ടിൽ പോകാം, ഡിസ്ചാർജ് വീട്ടിൽ പോകാം. പിന്നെ റെസ്റ്റ് ഇല്ല, പിറ്റേ ദിവസം തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ അതായത് അനസ്തീഷ്യ ഇല്ല, ICU ഇല്ല, മുറിവില്ല, റെസ്റ്റ് ഇല്ല, ഹോസ്പിറ്റലിൽ ആകെ ഒരു ദിവസം നിന്നാൽ മതി. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഗുണങ്ങൾ. ഏറ്റവും വലിയ ഗുണം അതല്ല, ഏറ്റവും വലിയ ഗുണം ഇത് സർജറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10 ഇരട്ടി സേഫാണ്. അവിടെയാണ് എംബളൈസേഷൻ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സർജറിൻ്റെ റിസ്കിനെ വെച്ച് നോക്കുമ്പോൾ 10 ഇരട്ടി സേഫാണ്. അത് ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അനസ്തെറ്റിക് റിസ്ക് ഇല്ല, നമ്മൾ മുറിക്കുമ്പോഴുള്ള ഇഞ്ചുറി കാര്യങ്ങളോ ബ്ലീഡിങ്ങോ അങ്ങനത്തെ സാധനങ്ങൾ റിസ്ക് ഇല്ല. ബ്ലഡ് ലോസ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ 4 തുള്ളി 5 തുള്ളി. നമുക്കിപ്പോൾ പലപ്പോഴും ബ്ലീഡ് ചെയ്തിട്ടാണല്ലോ വരിക. അവർ പ്രൊസീജിയറിന് വരുമ്പോൾ 7 ഒക്കെ ആയിരിക്കും അവർ HB, 14 വേണ്ടത്. ഒരാളും സർജറി ഒരിക്കലും 7 HBയിൽ ചെയ്യില്ല. ഒരു 11 12 ഇല്ലാണ്ട് 10 ഇല്ലാണ്ട് സർജറി എടുക്കാൻ പറ്റില്ല. നമ്മൾ 7 HB തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ബ്ലീഡിങ് നിന്നിട്ട് 6 മാസം കഴിഞ്ഞാൽ അവർ വരുമ്പോഴത്തേന് ഈ 7 എന്നുള്ള 12 ആയിട്ടുണ്ടാവും. സാറേ, എനിക്കറിയേണ്ട കാര്യങ്ങൾ, ഇതിന്റെ സക്സസ് റേറ്റ് എങ്ങനെയാണ്? 95% ആൾക്കാർക്ക് ശരിയാവും ആ ഒരൊറ്റ പ്രൊസീജിയറോട് കൂടിയിട്ട്. ഈ പ്രശ്നം അങ്ങോട്ട് സോൾവ്. അവർക്ക് പിന്നീട് ഇത്രയും കാലം ഇവർ അനുഭവിച്ചു വന്നിട്ടുള്ള ഈ ബ്ലീഡിങ്ങോ പിറ്റത്തെ മാസം തന്നെ മിക്കവാറും ആൾക്കാർക്ക് മാറും. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു പേഷ്യന്റ് പറഞ്ഞൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. വർഷങ്ങളായിട്ട് അവർക്ക് വയറുവേദന വരും, എന്നിട്ട് 3-ാമത്തെ ദിവസം ബ്ലീഡ് ചെയ്യും. അടുത്ത മാസം വയറുവേദന വരും, വയറുവേദന എന്നാൽ കടുത്ത വയറുവേദന വന്ന് 3-ാമത്തെ ദിവസം ബ്ലീഡ് ചെയ്യും. പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഇവർ വയറുവേദന കാത്തിക്കാണ്. ഇവർ ബ്ലീഡിങ്ങിന് പ്രിപ്പയർഡ് അല്ല, വെറുതെ നേരാണ് ബ്ലീഡിങ് വന്ന്. അപ്പൊ അവര് പറയാ, എനിക്ക് സങ്കടമുണ്ട് സന്തോഷമുണ്ട്. ഇത് പ്രിപ്പയർഡ് അല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് ബ്ലീഡിങ് വന്നപ്പോൾ ഒരു പ്രയാസമുണ്ട്, അതിന്റെ ഒരു സങ്കടമുണ്ട്. പക്ഷെ വയറുവേദന വന്നില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അത്രക്കും വേദന മാറിക്കിട്ടി. അത്രയും സക്സസ് ആണ് ഈ സംഭവം അല്ലേ? അല്ല, ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടോ? ഇപ്പൊ യൂട്രസ് അവിടെ നിലനിർത്തുന്ന എല്ലാ പ്രൊസീജിയറിലും, അതായത് എംബളൈസേഷൻ ആയാലും ശരി, അതേപോലെ മയോമെക്ടമി എന്ന് പറയുന്നത് യൂട്രസ് ഫൈബ്രോയിഡ് മാത്രം എടുത്ത് കളയുന്ന സർജറി ആണെങ്കിലും ശരി, രണ്ടാമത് വരാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, 1% ഒരു കൊല്ലത്തിന്. അതായത് 40 വയസ്സുള്ള ഒരാൾക്കാണ് നമ്മൾ ഈ ഫൈബ്രോയിഡ് എംബളൈസേഷൻ ചെയ്യണം വിചാരിക്കുക. അവർക്ക് ഇനി 10 വർഷം കൂടി ഉണ്ട് മെൻസസ്. അപ്പോൾ അവർക്ക് മൊത്തത്തിൽ അവരുടെ ജീവിതത്തിൽ ഫൈബ്രോയിഡ് തിരിച്ചു വരാനുള്ള സാധ്യത 10%. അതായത് 90% വരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 15 വയസ്സിൽ മെൻസസ് ആവുന്ന ഒരാൾക്ക് ഈ ഫൈബ്രോയിഡിന്റെ ബുദ്ധിമുട്ട് കാണിക്കുക എത്രാമത്തെ വയസ്സിലായിരിക്കും? പലപ്പോഴും 35 വയസ്സ് കഴിഞ്ഞ് 35-40 ഇത് തുടങ്ങുക. അപ്പോൾ ആ ഒരു 35-45 ഇടയിലാണ് നമ്മുടെ മിക്കവാറും പേഷ്യൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ പൊതുവേ 90% തിരിച്ചു വരില്ല. അപ്പോൾ ഒരു 35 എന്നുള്ളത് നമ്മൾ 30 കൂട്ടാണെങ്കിൽ ഈ 30-ന്റെയും 50-ന്റെയും ഇടയ്ക്കുള്ള വയസ്സുള്ളവർക്ക് വന്നിട്ട് ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ വന്ന് ചെയ്യാം, ഏത് വയസ്സിലും ചെയ്യാം. ഏത് വയസ്സിലും ഫൈബ്രോയിഡ് എംബളൈസേഷൻ ചെയ്യാം. ഫൈബ്രോയിഡ് എംബളൈസേഷൻ മെയിൻ ട്രീറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, എനിക്കുള്ളത് ചിലപ്പോൾ പൊട്ടത്തരം, നമുക്ക് ഇതൊന്നും അല്ലാതെ ഈ യൂട്രസിൽ ഇങ്ങോട്ട് റിമൂവ് ചെയ്താൽ പോരെ, അതായിരിക്കില്ലേ കുറച്ചും കൂടി നന്നാവുക? അതായത് യൂട്രസ് റിമൂവ് ചെയ്താൽ ഫൈബ്രോയിഡ് തിരിച്ചു വരില്ല, അതുകൊണ്ട് അതല്ലേ നല്ലതെന്നാണോ നിങ്ങൾ ചോദിച്ചത്? ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ്. ഇപ്പൊ എന്താ വെച്ചാൽ, ഇപ്പൊ ഗൈനക്കോളജിസ്റ്റ്, ഇപ്പൊ ഒരു 35 വയസ്സുള്ള ഒരാൾ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഫൈബ്രോയിഡ് ഉണ്ട്, എനിക്ക് യൂട്രസ് റിമൂവ് ചെയ്യണമെന്നാണ് അവർ റിമൂവ് ചെയ്യില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ യൂട്രസ് ഈ രോഗിനെ, ഈ ലേഡീനെ ഒരുപാട് നിലക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഈസി ആയിട്ട് പറഞ്ഞുതരാം. അതായത് 50 വയസ്സിന് ചോടുള്ള ഹാർട്ട് അറ്റാക്ക് ഉള്ള രോഗികളെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ 50 വയസ്സിന് ചോടുള്ള ഹാർട്ട് അറ്റാക്ക് ഉള്ള എല്ലാവരെയും കൂടി എടുത്തു കഴിഞ്ഞാൽ 90% ആണുങ്ങളായിരിക്കും, ആകെ 10% പെണ്ണുങ്ങളുള്ളൂ. ഈ പെണ്ണുങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ കുറയണമെന്ന് വെച്ചാൽ, ഈ 50 വയസ്സ് വരെ അവരുടെ ശരീരത്തിൽ ഹോർമോൺസ് ഉള്ളതുകൊണ്ട് ആ ഹോർമോൺസ് ഹാർട്ട് അറ്റാക്കിനെതിരെ അവരെ പ്രൊട്ടക്ട് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ 50 വയസ്സ് വരെ കിട്ടുന്ന ഈ പ്രൊട്ടക്ഷൻ, ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പക്ഷാഘാതം, നമ്മൾ തളർന്നു കിടക്കൂലേ, ഈ 2 കാര്യങ്ങളും 50 വയസ്സിന് ചോടെ സ്ത്രീകൾക്ക് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഈ യൂട്രസ് 35-ാമത്തെ വയസ്സിൽ എടുത്ത് ഒഴിവാക്കിയാൽ, നിങ്ങൾ പറഞ്ഞാൽ ശരിയാ, ഫൈബ്രോയിഡ് വരാനുള്ള ചാൻസ് ഇല്ല, പക്ഷേ ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഭയങ്കരമായിട്ട് കൂടി. എത്രത്തോളം എന്ന് വെച്ചാൽ, ഇപ്പോൾ പല രാജ്യങ്ങളിലും ഹിസ്റ്റക്ടമി, അതായത് യൂട്രസ് പെട്ടെന്ന് എടുത്തു കളയുന്ന റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് എന്തുകൊണ്ടാണ് അത് കൂടുന്നത് എന്നുള്ളത് രാജ്യങ്ങളോട് ചർച്ച ചെയ്ത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് നിൽക്കണം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ്, നമ്മളെ ഇന്ത്യയിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ യൂട്രസ് പെട്ടെന്ന് റിമൂവ് ചെയ്യുന്ന സർജറി കൂടുതലായതുകൊണ്ട് ഓരോ സ്റ്റേറ്റിനോടും ആ സർജറിന്റെ ഡാറ്റ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് അത് അനാവശ്യമായ സർജറികൾ വരരുത് എന്നുള്ളതുകൊണ്ട്.
ഇപ്പം നമ്മുടെ നാട്ടിൽ ഗൈനക്കോളജിസ്റ്റ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അവർ മാക്സിമം മെഡിസിൻസ് കൊടുത്തിട്ട് മാക്സിമം ഒരു ഫൈബ്രോയിഡ് മാത്രം എടുത്ത് കളയാനാണ് നോക്കുക. അങ്ങനെയാണ് ഈ ഫൈബ്രോയിഡ് മാത്രം എടുത്ത് കളയണ സർജറിക്ക് പ്രാധാന്യം വരുന്നത്. യൂട്രസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത് സ്ത്രീകളുടെ ആരോഗ്യം നിലനിർത്തുന്ന ഒരു സാധനം. അതൊന്ന്. രണ്ടാമത്തെ സൈഡ് ഒന്ന് ആലോചിച്ച് നോക്കും. 35-ാമത്തെ വയസ്സിൽ 50-ാമത്തെ വയസ്സുള്ള ഒരു ലേഡിയുടെ ശരീരം കിട്ടിയാൽ മതിയോ? പോരല്ലോ. എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ, അതായത് മെൻസസ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീകളുടെ പ്രയാസങ്ങൾ 35-ാമത്തെ 40-ാമത്തെ വയസ്സിൽ വരാൻ ആരും ആഗ്രഹിക്കൂല. തീർച്ചയായും. അതുകൊണ്ട് തന്നെ യൂട്രസ് നിലനിർത്താനാണ് പരമാവധി ഗൈനക്കോളജിസ്റ്റുകൾ നോക്കുക. പിന്നെ നമ്മളെ പേഷ്യൻ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കേസ് കാണിച്ചു തരാം. ശരി സാർ. ഇപ്പം നമ്മൾ പ്രൊസീജിയർ തുടങ്ങാൻ നിൽക്കുകയാണ്. ഡോക്ടർ മുസ്തഫയാണ് കേസ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾ കയ്യിൽ ഒരു ചെറിയ ആക്സസ് ഇട്ടിട്ടുണ്ട്. ഒരു ട്യൂബ് കാണില്ല, വൈറ്റ്. അത് ആ രക്തക്കോളിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ടിപ്പ് ഒന്ന് കാണിച്ചത്. ഈ ടിപ്പിൽ ഈ ഒരു ട്യൂബ് കണ്ടില്ലേ, അതിൻ്റെ ഫുൾ ലെങ്ത് ഒന്ന് കാണിക്കാം. ഈ ഒരു ട്യൂബ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. ഇത് ഇട്ടോളൂ. ഇപ്പം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റം എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അറ്റം അറിയാത്തതുകൊണ്ട് നമ്മൾ ഈ മെഷീൻ വെച്ചിട്ട് നമ്മൾ ആ അറ്റം സ്കാൻ ചെയ്യാണ്. ഇത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ആ സ്ക്രീനിൽ ബാക്കി ഡീറ്റെയിൽസ് കാണാം. ഇനി നമുക്ക് ആ സ്ക്രീൻ കാണിച്ചു തരാം. പേഷ്യൻ്റെ കൈയാണിത്. കൈൻ്റെ ഉള്ളിൽ കൂടി ഒരു ചെറിയൊരു വയറ് പോലത്തെ സാധനം പോകണുണ്ടല്ലേ, ഇതിപ്പം ഇതിങ്ങനെ താഴത്തേക്ക് വരെ പോവാണ്. അതിൻ്റെ ബാക്കിൽ ഒരു ട്യൂബും കൂടി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്യൂബ് ഇപ്പം മേലെത്തി. ഇനി ഇത് നമ്മൾ താഴത്തേക്ക് യൂട്രസിൻ്റെ അവിടത്തേക്ക് പോണ രക്തക്കോളിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് താഴത്തേക്ക് പോവാണ്. താഴത്തേക്ക് പോയിട്ട് ഇപ്പോൾ വയറൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ അരക്കെട്ടിലേക്ക് കയറി അരക്കെട്ടിൻ്റെ അവിടുത്തെ രക്തക്കോളിലെത്തി. കറക്റ്റായിട്ട് അത് യൂട്രസിലേക്ക് ആ ട്യൂബിൽ കറക്റ്റ് എത്തില്ല, നമ്മളവിടെ എത്തിക്കണം. കാർ ഡ്രൈവ് ചെയ്യണ പോലെ തന്നെയാണ്. കറക്റ്റായിട്ട് ആ ഭാഗത്തേക്ക് എത്തിക്കണം അല്ലേ? ഞാൻ ചെക്ക് ചെയ്യും. നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് പോവാം. നമുക്ക് ആ രക്തക്കോളിൽ കറക്റ്റ് എത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ആയിരക്കണക്കിന് രക്തക്കോളുണ്ട്. ആ രക്തക്കോളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കറക്റ്റ് ഈ രക്തക്കോളിൻ്റെ ഉള്ളിൽ കയറി പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാസ്ക്. അപ്പോൾ ഡോക്ടർ ഇപ്പം എവിടെ വന്ന് നിൽക്കുന്നത്? ഇത് അരക്കെട്ടിൻ്റെ അടുത്താണ്. അരക്കെട്ടിൻ്റെ അതിണ്ടാവും. മേലെ എൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുക. ശരിക്കും ഇതിപ്പോൾ യൂട്രസിൻ്റെ രക്തക്കോളിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഇനിയിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നത് ഫൈബ്രോയിഡിൻ്റെ ഉള്ളിലേക്കാണ് ഈ രക്തോട്ടം പോകുന്നത്. ഫൈബ്രോയിഡിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അല്ലേ? അതായത് ഇപ്പൊ ഇങ്ങനെ ചെറിയ രക്തക്കോളുകൾ കാണുന്നുണ്ട്. ഈ ചെറുത് ഇതൊക്കെ ഫൈബ്രോയിഡിന്റെ ഉള്ളിലേക്ക് പോണതാണ്. അപ്പൊ നമ്മളത് ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഇനി ബ്ലോക്ക് ആവും. ആ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കറുപ്പ് മാത്രമേ കാണുള്ളൂ, ഈ രക്തക്കോള് കാണില്ല. അതെ. അപ്പൊ അതിന്റെ മരുന്നാണ് ഈ കാണുന്നത്. ഈ കാണുന്ന മരുന്നല്ലേ, കാണുന്നുണ്ട് നിങ്ങൾക്ക്? ഇത് കണ്ടില്ല, ഒരു പാർട്ടിക്കിൾ പോലെ ഒരു സാധനം കാണുന്നില്ലേ? അത് നമ്മൾ മിക്സ് ചെയ്താണ്, മരുന്ന് മിക്സ് ചെയ്തതാണ്. ആ മരുന്നാണ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യണത്. PVA പാർട്ടിക്കിൾസ് അതിന് പറയാം. അപ്പോൾ ആ PVA പാർട്ടിക്കിൾസ് ഇഞ്ചക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഫ്ലോ നിൽക്കും. അപ്പോൾ ഇഞ്ചക്ഷൻ തുടങ്ങും. കൊടുത്തു. ഇതിപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തോണ്ടിരിക്കണതാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ആ രക്തോട്ടം നിൽക്കണ വരെ കൊടുക്കും. അവിടെ നോക്കി രക്തോട്ടം നേരത്തെ ഇവിടത്തേക്കൊക്കെ കയറി പോണ കണ്ടിരുന്നു. ഇപ്പോൾ സ്ലോ ആയി. അപ്പോൾ അവിടത്തേക്കൊന്നും അധികം കാണുന്നില്ല. രക്തോട്ടം നിർത്തുകയാണ്. ആ ഫൈബ്രോയിഡിന്റെ രക്തോട്ടം നിർത്തുകയാണ് നമ്മൾ മൊത്തം ചെയ്യണം. രക്തോട്ടം നിൽക്കുമ്പോൾ ഫൈബ്രോയിഡ് എന്തായാലും ജീവൻ പോകും. ജീവൻ പോയി കഴിഞ്ഞാൽ ഫൈബ്രോയിഡ് ചുരുങ്ങും, അസുഖം മാറും. ഈ ഒരു യൂട്രസിൻ്റെ ഉള്ളിൽ ഒരു ഫൈബ്രോയിഡ്, മൾട്ടിപ്പിൾ ഒരുപാട് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അതായത് ഇതിപ്പം ഒരു ഏതുപോലെയാണ് അറിയാം, നമ്മൾ മുന്തിരിങ്ങന്റെ നെട്ടിമേ കുറേ മുന്തിരി ഉള്ള പോലെയാണ് ഈ ഫൈബ്രോയിഡ് വരിക. ഒരേ റൂട്ടിൽ നിന്നാണ് ഇതിങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ റൂട്ടാണ്ട് അടച്ചാൽ ഈ എല്ലാ ഫൈബ്രോയിഡും അടയും. മനസ്സിലായില്ല? അപ്പൊ അതെല്ലാരും ചോദിക്കുന്ന ഡൗട്ടാണ്. അതായത് ഒരു എംബിളൈസേഷൻ ചെയ്താൽ ഒരു ഫൈബ്രോയിഡ് മാത്രമാണോ അതോ ചെറിയതൊക്കെ പോകും, ചെറുതൊക്കെ പോകും, എല്ലാം പോകും? അതാണ് ഇതിന് മറ്റേ സർജറിനേക്കാളുള്ള അഡ്വാൻറ്റേജ്. ഇപ്പൊ മയോമെക്ടമി എന്നാണ് ഫൈബ്രോയിഡ് മാത്രം എടുത്ത് കളയുന്ന സർജറിയിൽ എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ 4 ഫൈബ്രോയിഡ് ഉണ്ട്, അതിൽ വളരെ ചെറുത് എടുക്കാൻ പറ്റിയില്ല, ബാക്കി 3 എണ്ണമാണ് ഒഴിവായെങ്കിലും ആ ചെറുത് വലുതാവാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം എംബിളൈസേഷനിൽ നമുക്ക് ഒരുമിച്ച് എല്ലാ സാധനവും ഒരുമിച്ചാണ് പോവാം. സാർ, ഈ ഒരു പ്രൊസീജിയർ വന്നിട്ട് എത്ര കാലമായിരിക്കണം?
ഇത് പറയുകയാണെങ്കിൽ ഏകദേശം 25 കൊല്ലത്തിന് മേലെയായി ലോകത്ത് ഈ പ്രൊസീജിയർ ചെയ്യാൻ തുടങ്ങിയിട്ട്. 25 കൊല്ലത്തിന് മേലെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ തന്നെ കുറെ കാലമായിട്ടുണ്ടാവും. പക്ഷെ ആരും അത്ര പോപ്പുലർ അല്ലായിരുന്നു, അത്ര ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. നമ്മൾ എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ടെക്നോളജി ഉണ്ടെന്ന് പറയാം, പുതിയ ഡോക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക. ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ലല്ലോ. ഇപ്പോൾ നമുക്ക് അമേരിക്കയിൽ നിന്നുള്ള ഒരു പ്രൊസീജിയർ പോയി പഠിച്ച് കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ ഇപ്പം ഉണ്ട്, പണ്ടതില്ലായിരുന്നു. ഓക്കെ, ഏകദേശം എത്ര പ്രൊസീജിയർ ഇപ്പോൾ ഇവിടെ ഇതേപോലെ ചെയ്തിട്ടുണ്ട്? നമ്മളൊരു 5000 കേസെങ്കിലും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ആസ്റ്റർ മീൻസ് കോട്ടക്കലിൻ്റെ ഉള്ളിൽ 5000 കേസ് എംബലൈസേഷൻ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എവിടെയാണ്? കോട്ടക്കൽ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ കേസ്. അതായത് നമ്മൾ വെച്ചാൽ അതൊരു നമുക്കൊരു ഭാഗ്യം കൊണ്ട് ഇതാവുന്നതാണ്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടീം വേണം. അതെ, അപ്പോൾ നമുക്കൊരു 8 ഡോക്ടേഴ്സിൻ്റെ ടീമുണ്ട്. ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം, അതേപോലെ മാർക്കറ്റിംഗ് ആൾക്കാരുടെ സപ്പോർട്ട് വേണം, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ സൈഡിൽ നിന്നും. ഇപ്പോൾ നമ്മൾ പേഷ്യൻ്റ് വരുമ്പോൾ അവരെ റിസീവ് ചെയ്യുന്ന കോർഡിനേറ്റേഴ്സ്, അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന കോർഡിനേറ്റേഴ്സ്, എല്ലാവരും കൂടി വരുമ്പോൾ ഒരു ടീം റിസൾട്ട് കൊണ്ടാണ് അത് ഉണ്ടാവണം, അല്ലാതെ ഒരു ആളുടെ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഗുണം കൊണ്ടല്ല. എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോട്ടക്കൽ ആസ്റ്റർ മിംസിൽ പറയുമ്പോൾ അതൊരു അഭിമാനം തന്നെയാണ് സാറേ. പിന്നെ ഒരു സംശയമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് പീരീഡ്സിന്റെ ടൈമിൽ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. നമ്മൾ കൈയിൻ്റെ ഉള്ളിൽ കൂടെയല്ലേ ചെയ്യണേ. അപ്പം അവർക്ക് ആർക്കും പേഷ്യൻറ്റിന് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് പീരീഡ്സിൻ്റെ ടൈമിൽ ചെയ്യാം. പിന്നെ വേറൊരു തമാശ എന്താ വെച്ചാൽ, പല പേഷ്യൻസിനും ബ്ലീഡിങ് നിൽക്കുന്ന പരിപാടിയില്ല. 1 മാസം 2 മാസം 3 മാസമായിട്ട് കണ്ടിന്യൂസ് ബ്ലീഡിങ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ചെയ്യും, പീരിയഡ്സ് മാറിയിട്ട് വരാൻ പറയാൻ പറ്റും. അപ്പോൾ ചെയ്ത അങ്ങനത്തെ പേഷ്യൻസിന് ചെയ്ത അന്ന് രാത്രി തന്നെ ബ്ലീഡിങ് നല്ല വ്യത്യാസം, അത്രക്ക് വ്യത്യാസം. അപ്പോൾ മോനൊക്കെ പ്രൊസീജിയർ കഴിഞ്ഞ് ഇനി ഞാൻ നേരത്തെ എടുത്തത് ഒരു 12 മിനിറ്റ്. അതെ. അപ്പോൾ അതിൽ ഉണ്ടായ സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് ഈ ഒരു ട്യൂബ് യൂട്രസിന്റെ രക്തക്കോളിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്. ഈ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഇങ്ങനെ കുറേ രക്തക്കോൾ കയറി വരുന്നത്, ഈ കറുപ്പായിട്ട്. ഇതൊക്കെ ഫൈബ്രോയിഡിന്റെ ഉള്ളിലേക്കുള്ള രക്തോട്ടം. നമ്മളത് ഇഞ്ചക്ഷൻ കൊടുത്ത് ബ്ലോക്ക് ആക്കിയതിന് ശേഷമുള്ളത് ഞാൻ അടുത്ത് കാണിച്ചു തരാം. അടുത്ത് ഇത് നോക്കൂ. ഇപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഈ മെയിൻ രക്തക്കോളിന്റെ ഉള്ളിൽ രക്തോട്ടം ഉണ്ടെന്നല്ലാണ്ട് ഇവിടെ ഒന്നും ഇപ്പൊ രക്തോട്ടില്ല, കംപ്ലീറ്റ് പോയി. ഇവിടെ ഒരു കറുപ്പ് നിറം മാത്രം. അത് ആ ബ്ലോക്കായ സ്ഥലത്താണ് കറുപ്പ് നിറം വരുന്നത്. ഇത് ആ ഫൈബ്രോഡിന്റെ രക്തോട്ടം കുറഞ്ഞു നിന്നു. ഇനി രക്തോട്ടം ഇല്ല, ആ ഫൈബ്രോഡ് കരിഞ്ഞു തുടങ്ങി. ഈ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഡോക്ടറെ, ഈ ഒരു പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 12 മിനിറ്റ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു രോഗി വരികയാണെങ്കിൽ ഈ ഒരു പ്രൊസീജിയറിലേക്ക് എത്താൻ എന്തൊക്കെ കടമ്പകളാണ്? സാധാരണ ഇപ്പോൾ നമുക്ക് പേഷ്യൻസ് വിളിക്കും, എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുകൊണ്ട് കോർഡിനേറ്റേഴ്സിന് ഇപ്പോൾ നമ്പേഴ്സ് ഉണ്ടാവും, അപ്പോൾ അവർ വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്ത് നമ്മളെ അടുത്ത് എത്തി കഴിയുമ്പോൾ ആദ്യം നമ്മളൊരു MRI എന്നിട്ട് ടെസ്റ്റ് എടുക്കും. അതെന്താണെന്ന് വെച്ചാൽ ഈ ഫൈബ്രോഡിന്റെ ഉൾവശം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഉൾവശത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ രാവിലെ MRI എടുക്കുന്നു, അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴേക്കും ഈ പ്രൊസീജിയർ 15 മിനിറ്റ് കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് നേരെ റൂമിൽ പോകുന്നു. റൂമിൽ പോയി കടന്ന് ടെസ്റ്റ് എടുത്ത് പിറ്റേ സ്വിച്ച് ആകുമ്പോഴേക്കും വിട്ടുപോകും. അപ്പൊ ഒരൊറ്റ വരവിലാണ് പരിപാടി ഫുള്ള് കഴിച്ചു. ഞാൻ ഇപ്പൊ ഈ പേഷ്യന്റ് അടക്കം മിക്കവാറും പേഷ്യൻസിനെ അന്ന് രാവിലെയാണ് ഞാൻ നേരിട്ട് കാണുന്നത്. കണ്ട് അന്ന് തന്നെ MRI എടുത്ത് അന്ന് തന്നെ അത് കൺഫേം ചെയ്ത് അന്ന് തന്നെ പ്രൊസീജിയർ തീർത്ത് പിറ്റേ ദിവസം വഴിക്കും പോവാം. അതേ സാധിക്കുള്ളൂ. കാരണം പലരും ദൂര സ്ഥലത്താണ് വരിക. ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു, കാസർഗോഡ് നിന്ന് വരുന്നു, ബാംഗ്ലൂരിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ദുബായിൽ നിന്ന്, ഇവർ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, സൗദിയിൽ നിന്ന്, അങ്ങനെ പല സ്ഥലത്തു നിന്ന് ലീവ് എടുത്ത് അവർ വരുന്നതാണ്. ഓരോ പ്രാവശ്യം വന്ന് പോകാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒറ്റ ദിവസം കൊണ്ട് പരിപാടി. ഈ ഒരു പ്രൊസീജിയർ അത് എവിടെ നടത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്റ്റർ മിംസ് കോട്ടക്കലാണ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ ആസ്റ്റർ മിംസുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സഹോദരിമാർ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ട് സർജറി കാര്യങ്ങൾക്കൊക്കെ പേടിയുള്ളവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സംഭവമാണ്. വെറും 15 മിനിറ്റ് കൊണ്ട് അവർ ആജീവനാന്ത കാലം അനുഭവിക്കുന്ന ആ ഒരു വേദനയും പ്രശ്നവും 15 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു ടീം ഇവിടെ തീർക്കണമെന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.